കെഎസ്ആർടിസി പ്രിയദർശിനി സൗജന്യ യാത്ര, കനത്ത ഡീസൽ വിലവർദ്ധനവ്, സ്പെയർ പാർട്സ് വിലവർദ്ധനവ് എന്നിവ കാരണം തകർച്ച നേരിടുന്ന സ്വകാര്യ ബസ് വ്യവസായ മേഖലയെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി കണ്ണൂർ ജില്ലാ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനും തലശ്ശേരി പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനും സംയുക്തമായി കൺവെൻഷനും സിംബോസിയവും സംഘടിപ്പിക്കും. ആഗസ്റ്റ് 5-ന് കണ്ണൂർ ചേംബർ ഹാളിൽ നടക്കുന്ന കൺവെൻഷനും സിംബോസിയവും ടി.ഒ. മോഹനൻ എം.എൽ.എ. ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അത് ഞങ്ങൾ കുറേ ഡിമാൻഡുകൾ വെച്ചിരുന്നു. ആ ഡിമാൻഡുകളൊന്നും ഗവൺമെന്റ് അംഗീകരിച്ചില്ല. നേരിയൊരു ബസ് ചാർജ് വർധനവ് തന്നിട്ട് തന്നെ ഏകദേശം 4 വർഷം കഴിഞ്ഞു. അതിൽ പ്രധാനമായിരുന്നു വിദ്യാർത്ഥികളുടെ ബസ് ചാർജ് വർധനവ്. 14 കൊല്ലമായി വിദ്യാർത്ഥികളുടെ ബസ് ചാർജ് വർദ്ധിച്ചിട്ട് 3-4 കമ്മീഷന്റെ റിപ്പോർട്ടും വാങ്ങിച്ചു, മേശപ്പുറത്ത് വെക്കുക എന്നല്ലാതെ അതിനൊരു നടപടി സ്വീകരിച്ചില്ല. അതിൻ്റെ ഇടയിലാണ് ഈ ഡീസൽ വില വർധനവ്. 8 രൂപ 20 പൈസയോളം 1 ലിറ്റർ ഡീസലിനും കൂടി. അതേപോലെ സ്പെയർ പാർട്സ് ടയറുകളുടെ വർധനവൊക്കെ കൊണ്ട് പൊറുതിമുട്ടുന്ന അവസരത്തിലാണ് സർക്കാർ പുതിയ ഈ പ്രിയദർശിനി പദ്ധതിയുമായി മുന്നോട്ട് വന്നത്. അതോടുകൂടി നമ്മളെ തകർച്ച പൂർണ്ണമായ സ്ഥിതിയിലാണ്. വളരെ പ്രയാസത്തിലാണ് സംസ്ഥാനത്തെ ബസ്സുകൾ ഇന്ന് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പലരും ഈ രംഗത്തുനിന്ന് കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ രീതിയിൽ തുടർന്ന് പോയി കഴിഞ്ഞാൽ ഒരു കഥ ആയി അവശേഷിക്കുന്ന സ്ഥിതിയാണ് കേരളത്തിലെ സ്വകാര്യ ബസ് വ്യവസായം. അല്ലെങ്കിൽ കുട്ടികൾക്ക് പഠിക്കേണ്ട ഒരു ചരിത്ര പുസ്തകത്തിൽ എഴുതി ചേർക്കേണ്ട ഒരു ഗതികേട് ഈ മേഖലക്ക് ഉണ്ടാവും. അതിൽ നിന്നൊക്കെ എങ്ങനെയെങ്കിലും വ്യവസായം, നമ്മളുള്ളവരെങ്കിലും എങ്ങനെയെങ്കിലും വ്യവസായം സംരക്ഷിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് സ്റ്റേറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷന്റെ ആഹ്വാനപ്രകാരം ഇതിനൊന്നും ഒരു പരിഹാരം കാണാത്തതിൽ പ്രതിഷേധിച്ച് ഞങ്ങളൊരു സെക്രട്ടേറിയറ്റ് ധർണയും അതേപോലെ ഒരു സൂചനാ സമരവും പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ കഴിഞ്ഞ 13-ാം തീയതി നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിയുമായുള്ള ചർച്ചയിൽ അവർ പുതിയ കമ്മീഷൻ നിയമിക്കുകയും ആ കമ്മീഷൻ തെളിവെടുപ്പ് 6 ആഴ്ചക്കുള്ളിൽ പൂർത്തീകരിച്ച് നിങ്ങൾ ഉന്നയിക്കുന്ന ന്യായമായ വശങ്ങളെ പരിശോധിച്ചതിനൊരു പരിഹാരം കാണുമെന്നുള്ള ഉറപ്പിലാണ് അന്നത്തെ നമ്മുടെ സെക്രട്ടേറിയറ്റ് ധർണയും അതേപോലെ സൂചനാ പണികളൊക്കെ മാറ്റിവെച്ചത്. അപ്പോൾ ഈ വ്യവസായം ഞാൻ നേരത്തെ പറഞ്ഞ വളരെ ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. നിങ്ങൾക്കൊക്കെ നമ്മൾ പണ്ടേ പറയുന്ന മാതിരി ഓരോ ദിവസവും ഇതിൻ്റെ എണ്ണം കുറഞ്ഞു വരുന്നു. ഇതുകൊണ്ട് ഉപജീവന മാർഗം കഴിക്കുന്ന പല ബസ് ഉടമകളും വഴിയാധാരമായി തീരുന്നുണ്ട്. പലരും ആത്മഹത്യാ മുനമ്പിലേക്ക് എത്തി നോക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് നമ്മൾ കേരളത്തിലെ എല്ലാ ജില്ലകളിലും താലൂക്കുകളിലും അതേപോലെ യൂണിറ്റുകളിലും ഇതേമാതിരി ജനപ്രതിനിധികളെയും മറ്റുള്ള ഇതിന് പ്രധാനപ്പെട്ട മറ്റ് സാംസ്കാരിക നായകന്മാരെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു കൺവെൻഷൻ നടത്താൻ തീരുമാനിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വരുന്ന ആഗസ്റ്റ് 5-ാം തീയതി നമ്മളെ ജില്ലയിലും കൺവെൻഷൻ നടത്താൻ തീരുമാനിച്ചത്. ബഹുമാനപ്പെട്ട നമ്മൾ കണ്ണൂർ തലശ്ശേരി അസോസിയേഷൻ ചേർന്ന് ഞങ്ങൾ ഈ വരുന്ന 5-ാം തീയതി കണ്ണൂർ നോർത്ത് മലബാർ ചേംബറിൽ വെച്ച് കൺവെൻഷൻ നടത്താൻ തീരുമാനിച്ചത്. ബഹുമാനപ്പെട്ട എം.എൽ.എ. ശ്രീ ടി.ഒ. മോഹനൻ അവർകളാണ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നത്. നമ്മുടെ സ്റ്റേറ്റ് ഫെഡറേഷൻ ഭാരവാഹികളും എല്ലാവരും ഈ പ്രസ്തുത യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതിനുശേഷം ഉച്ചക്ക് 3 മണിക്ക് ശേഷം ഈ വ്യവസായത്തിൻ്റെ വെല്ലുവിളിയെ പറ്റിയിട്ട് ഒരു സിംബോസിയം നടത്തുന്നുണ്ട്. അതിൽ പ്രമുഖ ട്രേഡ് യൂണിയനുകൾ, രാഷ്ട്രീയ നേതാക്കന്മാർ, വിദ്യാർത്ഥി പ്രതിനിധികൾ ഒക്കെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള സിംബോസിയമാണ് നടത്തി പോകുന്നത്. വാർത്താ സമ്മേളനത്തിൽ ജനറൽ സെക്രട്ടറി രാജകുമാർ കരുവാരത്ത്, പി മോഹനൻ, കെ മുരളീധരൻ, കെ ഗംഗാധരൻ, കെ ജനാർദ്ദനൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ 1. സ്വകാര്യ ബസ്സുകളിൽ വിദ്യാർത്ഥികൾക്ക് വർഷം തോറും നൽകി വരുന്ന വിദ്യാർത്ഥി കൺസഷൻ കാർഡ് 2026-27 വർഷത്തേക്ക് ഡിജിറ്റൽ ആക്കിയാണ് വിതരണം ചെയ്തിട്ടുള്ളത്. ഓൺലൈനായി RTO വിതരണം ചെയ്ത കാർഡുകൾ അനർഹരായ വിദ്യാർത്ഥികൾക്കും ലഭിക്കുന്നുണ്ട്. അതിന് ഒരു പരിഹാരമുണ്ടാകണം. അടുത്ത ദിവസം മുതൽ അത്തരം പാസുകൾ ബസ്സുകളിൽ സ്വീകരിക്കേണ്ടതില്ലെന്ന് കോർഡിനേഷൻ കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. കാലവർഷക്കെടുതി കാരണം ജില്ലയിലെ റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞ് റോഡുകളിൽ വലിയ ബ്ലോക്കുകൾ ഉണ്ടാകാനിടയാകുന്നു. അതുകാരണം ബസ്സുകൾക്ക് കൃത്യസമയത്ത് സർവീസ് നടത്താനോ ട്രിപ്പുകൾ മുഴുമിപ്പിക്കാനോ കഴിയുന്നില്ല. അതിനാൽ പോലീസ്, മോട്ടോർ വാഹന അധികാരികൾ ഫൈൻ ഈടാക്കുന്നത് ഒഴിവാക്കി തരണമെന്നും ഭാരവാഹികൾ അഭ്യർത്ഥിച്ചു.